ഫമൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. മൻ അതാഅനി ദഖലൽ ജന്ന, എനിക്ക് വഴിപ്പെട്ടവർ സ്വർഗ്ഗത്തിൽ കടക്കും. വമൻ അസ്വാനി ഫഖദ് അബ, ആരൊക്കെ എനിക്കെതിരാണോ അവരാണ് വിരോധിക്കപ്പെട്ടവർ. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കാൻ കാരണം ആരെന്നെയാണ്? ഈ ആൾക്കെതിരെ എന്നുള്ളതാണ്. അപ്പൊ രക്ഷയുടെയും ശിക്ഷയുടെയും ആൾ ആരെന്നെയാ? ഇത് റഹ്മത്തിന്റെയും നിഖ്മത്തും ഈ ആൾ വഴി തന്നെയാണ്. പിന്നെ റഹ്മത്തോ പറഞ്ഞു. അപ്പോൾ മൊത്തം അത്തിയാത്തിന്റെയും വാദിൽ മുഹമ്മദ്. മവാഹിബു റബ്ബിൽ അർശി ത്വാഹ മുഹമ്മദു റഹ്മത്തുഹു വഹുവർ റഹീമു ഫഅക്രിമ. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് മവാഹിബ് റബ്ബുൽ അർശി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ അത്തിയാത്തുകൾ മുഴുവനും അതെല്ലാം ത്വഹ മുഹമ്മദ് എന്ന ആളാണ്. അല്ലാഹു ഈ ലോകത്തേക്ക് നൽകിയ മൊത്തവും മുഹമ്മദ് എന്ന ആളാണ്. ആ ആളിൽ നിന്നാണ് അതെല്ലാം ഉണ്ടായത്. അപ്പോൾ ആ ആൾ എന്തിൻ്റെയും മുന്നിലാണ്? ആളിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ആ ആളിൻ്റെ താഴെയാണ് എല്ലാം, ആ ആളുടെ മേലെയാണ് എന്ന് എന്തെങ്കിലും പറ്റി ഒന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ മുഅ്മിനാവുകയില്ല. എന്തിനെപ്പറ്റി വിശ്വസിച്ചാലും മുഅ്മിനാവില്ല. എന്തിനേക്കാളും മേലെ നബിയെ വിശ്വസിക്കണം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വരെ, മിൻ വാലിദിഹി വാലിദിഹി, ബാപ്പ മക്കള്, എന്തിനേക്കാളും മുഅ്മിനാവൂല. അപ്പോൾ ഒരാൾ കാറൽ മാക്സിനെ മുന്തിച്ചു, ആരെക്കാൾ? നബിയേക്കാൾ മുഅ്മിനാവൂല. നിസ്കരിക്കാൻ, നോമ്പെടുക്കാം, ആളായി നടക്കാം, യോഗങ്ങളിൽ പ്രസംഗിക്കാം, പള്ളി കമ്മിറ്റി കൂടാ, ഒക്കെ പറ്റും. ആരാവില്ല? മുഅ്മിനാവൂല, സത്യവിശ്വാസിയാവില്ല. അതാണ് പ്രശ്നം. എന്തും അതിൽ അങ്ങനെ ആകാനേ മുഅ്മിനിന് പാടുള്ളൂ. ആരും ഏതും 21ാം നൂറ്റാണ്ടിലും മനുഷ്യന് രാശിയുടെ ഏറ്റവും വലിയ മാതൃക ഗാന്ധിജിയാണ് ഒരാൾ വിശ്വസിച്ചു. നബിയേക്കാളും 21ാം നൂറ്റാണ്ടിൽ യോഗ്യനായ ഒരു മാതൃകയാക്കാൻ പറ്റിയ ഒരാൾ മുഅ്മിനായ ഗാന്ധിജിയാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാളെ ഗാന്ധിയൻ എന്ന് പറയാം. എന്തു പറയാൻ പറ്റൂല? മുഅ്മിൻ എന്ന് പറയാൻ പറ്റൂല. വളരെ ചിന്തിക്കണം. ഏത് എന്നില്ല അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയേക്കാളും മേലെയുള്ള ഒരാൾ അടിമക്ക് ഇല്ല. ഒരാൾ ഒന്നുമില്ല എന്നാണ്. എന്ത് എന്ന ചോദ്യത്തിന് അർത്ഥമില്ലാത്തത് കൊണ്ടാണ് ഇനി ഞാനത് വിശദീകരിക്കാത്തത്. എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഞാനില്ല. ആരെക്കാളും പുണ്യ റസൂൽ മുസ്തഫ അള്ളാഹിൻ്റെ ഹബീബ് ആണ്, പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബാണ്. എന്തിനേക്കാളും യോഗ്യൻ അള്ളാഹിൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതിൽ ഒത്തിരുന്നു ചോദ്യം തന്നെയല്ല, അതൊരു നോട്ടവുമില്ല. അതുകൊണ്ടാണ് ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ പറയാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞത്. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിൻ്റെ ചികിത്സയിലുള്ള ഒരാൾ കമ്പൗണ്ടറെ കാണുമ്പോൾ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? കമ്പൗണ്ടറെ കൈ പിടിച്ച് മുത്തി പോണ ആളുകളുണ്ടാവും. മനസ്സിലായില്ല? മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ ചികിത്സയിലായ ഒരു പേഷ്യൻ്റ് കമ്പൗണ്ടറെ കാണുമ്പോൾ വളയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ കമ്പൗണ്ടറെ ഒന്ന് കൈ മുത്തൽ സൂപ്രണ്ട് സുന്നത്താക്കിയിട്ടുണ്ടെങ്കിൽ മുത്തും ചെയ്യാം. പക്ഷെ എന്ത് പറയും? ഒരു കാര്യത്തിലൊന്നും അല്ല കേട്ടോ. നിങ്ങളെ കൈ പിടിച്ച് മുത്തോണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടുന്ന് അങ്ങനെ കണ്ടോണ്ട് ഞാൻ ചെയ്യാത്തതേ ഉള്ളൂ. കാരണം എന്തുകൊണ്ട്? ഇവിടെ സൂപ്രണ്ടിൻ്റെ പേഷ്യൻ്റാണ് ഇയാൾ. അതിനേക്കാളും വലിയ ഒരാൾ, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളേക്കാളും വലിയൊരാൾ അവിടെ ഇല്ല. ആ മെഡിക്കൽ കോളേജ് അതിനേക്കാളില്ല. ഇത് പ്രപഞ്ചം എന്ന ഈ യൂണിവേഴ്സ് മൊത്തത്തിലാണ് ഒരു മെഡിക്കൽ കോളേജ്. അതിൽ ഏറ്റവും വലിയ ഡോക്ടർ മുഹമ്മദ് മുസ്തഫയാണ്. ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയേണ്ട ഒരു ഡോക്ടറേ ഉണ്ടായിട്ടുള്ളൂ, അത് മുഹമ്മദ് മുസ്തഫയാണ്. മറ്റൊക്കെ അവിടുന്ന് കിട്ടിയത് മാത്രമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത് അതെന്ത് അങ്ങനെയാണ്. അപ്പം മറ്റുള്ള നബിമാരോ മറ്റുള്ള നബിയിൽ നിന്ന് കിട്ടി, അങ്ങനെ നീ വിശ്വസിക്കണം. അതാണ് യഥാർത്ഥവും. അപ്പോഴേ മുഅ്മിനാവുള്ളൂ.
മനസ്സിലാവേണ്ട പറഞ്ഞത്. ഒരു നബി മുഅ്മിനാകണമെങ്കിൽ ആ നബി ഇല്ലാ ഈമാനി ബി മുഹമ്മദിൻ. ഒരു നബി മുഅ്മിനാകണമെങ്കിൽ ആ നബി മുഹമ്മദ് നബി വിശ്വസിക്കണം. അപ്പോൾ ഫഹോ നബിയുൽ അംബിയ, അമ്പിയാക്കൾക്ക് നബിയാണ്. AD 630 മുത്തുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000-കണക്കായ ആളുകളോട് കൂടെ മക്കയിലേക്ക് വന്നു. AD 630 മാർച്ചിലാണെന്ന് എൻ്റെ ഓർമ്മ. മാർച്ചാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഹബീബ നബി മക്കയിലേക്ക് വരികയാണ്. മക്കയിൽ പ്രവേശിക്കാൻ ഒരല്പം കൂടെ ഇനി അങ്ങോട്ട് കയറാനുണ്ട്. അപ്പോൾ പുറത്ത് താമസിച്ചു. എന്തുകൊണ്ട്? നേരെ രാത്രി ഒരു കൗമിലേക്ക് കയറി ചെല്ലാൻ പാടില്ല, അവരെ ഭയപ്പെടുത്താണ്ട, പ്രത്യേകിച്ച് അവർ ശത്രുക്കളുമാണ്. ഇപ്പോൾ അത് ഇസ്ലാമിന് വഴിപ്പെട്ടൊരു നാടല്ല. മക്കയാണെങ്കിലും സ്വന്തം നാടാണെങ്കിലും വാപ്പാട് തറവാടാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ തറവാടാണെങ്കിലും അങ്ങനെ പോയില്ല, പുറത്തുനിന്ന് അവിടെ താമസിച്ചു. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സ്വഹാബികളോട് കൽപ്പിച്ചു. എന്തിന്? നബിക്കറിയാം അന്ന് രാത്രി അവർ ജബൽ അബി ഖുബൈസിൻ്റെ മുകളിൽ കയറി നബിയെ വീക്ഷിക്കും. അപ്പോൾ ഒരു യുദ്ധതന്ത്രജ്ഞൻ്റെ, സമാധാനപ്രേമിയായ യുദ്ധതന്ത്രജ്ഞൻ്റെ വല്ലാത്തൊരു നിലപാടാണ്. അതെന്തിനാണ് അങ്ങനെ? അതെന്തിനെന്നാൽ ഇവർക്ക് തോന്നണം യഥാർത്ഥത്തിൽ വലിയ പടയാണിത്. ഈ പടയെ പ്രതിരോധിക്കാനുള്ള കരുത്തൊന്നും ആർക്കില്ല, അന്ന് മക്കൾക്കില്ല, ഒരിക്കലും ഇല്ല. പക്ഷെ അത് അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുകയും വേണം, നല്ലോണം തോന്നിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായും അവര് ഒരു പ്രതിരോധത്തിന് തയ്യാറാവില്ല. അങ്ങനെ ആകുമ്പോൾ രക്തച്ചൊരിച്ചിലില്ലാതെയാവും. അത് കീഴ്പ്പെടുത്തൽ എന്താണ് കീഴ്പ്പെടുത്തും? കാരണം എന്തുകൊണ്ട്? അത്രയും വലിയ പടയുണ്ട്, അള്ളാഹിന്റെ കൽപ്പനയുണ്ട്, അള്ളാഹു വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കീഴ്പ്പെടും. പക്ഷെ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണം, പരമാവധി മനുഷ്യനോട് ആയുധം എടുക്കുന്നതിന് ഒഴിവാക്കണം. അതിന് ശത്രുവിന്റെ വില മനസ്സിലാക്കിയാൽ ആയുധം എടുക്കൂല, ഒതുങ്ങിക്കും. ശത്രുവിന്റെ വില മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്തു? ഒരുപാട് സ്ഥലങ്ങളിലായി 2 ആള് 3 ആള് 4 ആള് 5 ആള്, ഒരു ചെമ്പ്, ഒരു പാത്രം, ഒരു തീ, അവിടെ എവിടെ ഇവിടെ ഇങ്ങനെ ഒറ്റെല്ലാ സ്ഥലത്ത് തീയും ആളും. 10-15 ആളില്ലേ? അവരുടെ കയ്യിൽ വലിയ ഭക്ഷണമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും തീ മുട്ടി അങ്ങനെ ഇട്ട് ആകെ. അപ്പോൾ ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി നോക്കി. അബൂ സുഫിയാൻ എന്ന മുസ്ലിമല്ല. അബൂ സുഫിയാൻ പിറ്റേന്ന മുസ്ലിമാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു പോയി, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു പോയി, സാറ ഇബ്നു അഖീക അൽ-യൗമ മലിക്കൽ മുലൂക്ക്, നിന്റെ കാക്കാൻ്റെ മോൻ്റെ ഭാഗ്യം ഭയങ്കരം, അയാൾ വല്ലാത്തൊരു രാജാക്കന്മാർക്കും രാജാവായി തീർന്നല്ലോ എന്ന് പറഞ്ഞുപോയി. ആര്? അബൂ സുഫിയാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫഖാലല്ല. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, അങ്ങനെ പറയരുത്, അതെൻ്റെ കാക്കാൻ്റെ മോന് ഇഷ്ടമില്ലാത്ത വാക്കാണ്. ഖുൽ ഇന്നഹു നബിയുൽ അംബിയ, അമ്പിയാക്കൾക്കൊക്കെയും നബിയാണെന്ന് പറഞ്ഞേക്ക്. അത് ശരിയായ വാക്കുമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അബൂ സുഫിയാൻ പറഞ്ഞ സാറ മലിക്കൽ മുലൂക്ക്, രാജാക്കന്മാരുടെയും രാജാവായല്ലോ. അപ്പോൾ പറഞ്ഞില്ല, അങ്ങനെ പറയാൻ പാടില്ല, അതിൻ്റെ അക്കാക്കാൻ്റെ മോന് ഇഷ്ടം ഉണ്ടാവില്ല. ഖുൽ, ഇങ്ങനെ പറഞ്ഞേക്ക്, സാറ നബിയൽ അംബിയ, നബിമാർക്കും നബിയായി, അമ്പിയാക്കൾക്കൊക്കെ നബിയായി. അതാണ് മുഹമ്മദ് മുസ്തഫ. അമ്പിയാക്കൾക്ക് നബിയാകണമെങ്കിൽ അമ്പിയാക്കൾക്ക് നബിയിൽ നിന്ന് കിട്ടണമല്ലോ. ഇപ്പം നമുക്ക് നബിയാണ്, നമുക്ക് കിട്ടിയതെല്ലാം ആരിൽ നിന്നാണ്? നബിയിൽ നിന്നാണ്. അമ്പിയാക്കൾക്ക് നബിയാകണമെങ്കിൽ അമ്പിയാക്കൾക്ക് കിട്ടിയതെല്ലാം ആരിൽ നിന്നാകണം? നബിനാണ്. അപ്പോൾ ഈ ലോകത്ത് ഏതൊരാൾ, അയാൾ നബിയാണെങ്കിലും നബി അല്ലെങ്കിലും ആ ആളുടെ അസ്ലാരാണ്? മുഹമ്മദ് മുസ്തഫ. ആയു ജമിഅ റുസുലി ആയു മുഹമ്മദിൻ എന്നൊരു വരി നേരത്തെ കഴിഞ്ഞു. ആയു ജമിഅ റുസുലി ആയു മുഹമ്മദിൻ, എല്ലാ മുർസലീങ്ങൾക്ക് കിട്ടിയ ദൃഷ്ടാന്തങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ദൃഷ്ടാന്തത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത്രേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അപ്പോൾ എല്ലാ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൻ്റെ മുന്നിലുള്ള ആളാണ്? ഏത് നന്മയുടെയും മുന്നിൽ ഹബീബാ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നബിക്കാണ് കൊടുത്തത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഒരു വാക്കുകൂടി ഞാൻ കൂട്ടി പറയാം, ഒരു ഒറിജിനാലിറ്റി. ഉടമക്കാരനായ സൃഷ്ടാവിൽ നിന്ന് അടിമക്ക് 2 കാര്യങ്ങളാണ് കിട്ടുക. ഒന്ന് രക്ഷയാണ്, ഒന്ന് ശിക്ഷയാണ്.
ഒന്ന് സന്തോഷത്തിലാണ്, മനസ്സിലായില്ലേ? ഒന്നവൻ്റെ പൊരുത്തത്തിലാണ്, ഒന്നവൻ്റെ കോപത്തിലാണ്. കോപത്തിൽ ശിക്ഷ കിട്ടും. പിന്നെന്താണ് പൊരുത്തത്തിൽ കിട്ടുന്ന സാധനത്തിൻ്റെ പേരെന്താ? ഒരു മനുഷ്യന്, ഒരു സൃഷ്ടിക്ക് അള്ളാഹുവിൽ നിന്ന് രണ്ടേ കിട്ടൂ. ഒന്നിരിക്കൽ കോപത്തിൽ, അല്ലെങ്കിൽ സന്തോഷത്തിൽ. രണ്ടു ഒപ്പല്ലേ ഉള്ളൂ. ഒന്നിരിക്കൽ നീ സന്തോഷം എന്ന വാക്ക് ഒഴിവാക്കണം, ഒന്നിരിക്കൽ കോപത്തിൽ, അല്ലെങ്കിൽ കോപമില്ലാതെ. അങ്ങനത്തെ രണ്ടേ കിട്ടൂ. ഇനി മൂന്നാമത്തൊന്നുണ്ടോ? കോപത്തിൽ കിട്ടുന്നതിന് ശിക്ഷ എന്ന് പറയും. അത് മാധ്യയായ ശിക്ഷയാണെങ്കിലും മാനവീയായ ശിക്ഷയാണെങ്കിലും. മാധ്യയായ ശിക്ഷ എന്ന് പറയുന്നത് മെറ്റീരിയൽ കൊണ്ട് ഉപദ്രവിക്കുക, ശിക്ഷിക്കുക. അതാണ് മാധ്യയായ ശിക്ഷ. മാനവീയായ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സുഖം തോന്നാതിരിക്കൽ, ഇങ്ങനെ വലുതും ഒരു സന്തോഷമില്ല, റാഹത്തില്ല, അതൊക്കെ മാനവീയായ ശിക്ഷയാണ്. അപ്പോൾ ഉടമക്കാരൻ കൊടുത്തതല്ലാതെ അടിമക്കില്ല. അതൊന്നിരിക്കൽ രക്ഷയിരിക്കും, അല്ലെങ്കിൽ ശിക്ഷയിരിക്കും. മനസ്സിലാണ്ടോ പറഞ്ഞത്? കോപത്തിൽ കൊടുക്കുന്നത് ശിക്ഷ, കോപമില്ലാതെ കൊടുക്കുന്നതിന് എന്താ പറയുക? ടോട്ടൽ വാക്കുറ. എല്ലാത്തിനും പറയാൻ പറ്റിയൊരു വാക്കുറ. അത് നിങ്ങൾ ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് നിങ്ങളെ മാൻ ഓഫ് ദി പ്രോഗ്രാം എന്ന്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. എന്താണ്? കോപത്തിലല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന എല്ലാത്തിനും, അത് ഈ ലോകത്ത് കൊടുക്കുന്നതാണെങ്കിലും പരലോകത്ത് കൊടുക്കുന്ന മൊത്തം ഒരു പേരുണ്ട്. ആ പേരിൽ നിന്ന് ഒരിത്തരം മറികടക്കില്ല. അതെന്താണ് പേര്? അള്ളാഹു അടിമക്ക് കോപത്തിലും ഇടപെടാം, കോപമില്ലാതെ ഇടപെടാം. കോപത്തിൽ ഇടപെടുന്നതിന് മൊത്തം ശിക്ഷ എന്ന് പറയും. കോപമല്ലാതെ ഇടപെടുന്നതിന് ഒരു പേരുണ്ട്, അത് റഹ്മത്താണ്. അവനാണ് മാൻ ഓഫ് ദി പ്രോഗ്രാം. റഹ്മത്താണ്. റഹ്മത്ത് എന്ന് വിട്ടുകിടക്കുന്ന ഒരു കാര്യം ലോകത്തില്ല. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞത് നൂഅ്മിന റഹ്മ, റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് മുഹമ്മദ് എന്നാളുടെ പേര്. ഇതിൻ്റെ അപ്പുറം ഇനി പറയാനില്ല. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് മൊത്തം പറയുന്ന പേര് ആലമീനാണ്. അൽഹംദുലില്ലാഹി. അല്ലാഹു മനസ്സിലായില്ലേ? എല്ലാവരുടെയും സംരക്ഷകനാണ്. ഈ ആൾ എല്ലാവർക്കും റഹ്മത്താണ്. അതായത് അത്വയ്യാത്തുകൾ മുഴുവനും ഈ മനുഷ്യൻ വഴിയാണ്. മനസ്സിലായില്ലേ? ശിക്ഷയും ഈ മനുഷ്യൻ വഴി തന്നെയാണ്. പക്ഷേ അതവിടെ പറയില്ല എന്നേ ഉള്ളൂ. അത് ആ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു പകലിൻ്റെ രക്ഷിതാവാണ്, ഇരുട്ടിൻ്റെ രക്ഷിതാവ് അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല. പ്രധാനമന്ത്രി പട്ടിക്കാട് സന്ദർശിച്ചു എന്ന് ഹെഡിങ് വിടാൻ പാടില്ല എന്ന് പന്മന രാമേന്ദ്രൻ നായരുടെ നല്ല മലയാളം എന്ന പുസ്തകത്തിലുണ്ട്. പ്രധാനമന്ത്രിക്ക് പട്ടിക്കാട് സന്ദർശിക്കാം, പക്ഷേ മനസ്സിലായില്ല? പ്രധാനമന്ത്രിക്ക് പട്ടിക്കാട് സന്ദർശിക്കാം, പക്ഷേ പ്രധാനമന്ത്രി അപ്പോൾ പിന്നെ സാഹിത്യകാരൻ്റെ കഴിവാണ്. എന്നാൽ പട്ടിക്കാട് സന്ദർശിക്കുകയും വേണം, ജനങ്ങൾ അവിടെ എത്തുകയും വേണം. പക്ഷേ ഹെഡിങ്ങിൽ അത് വരാൻ പാടില്ല. എന്ത്? പ്രധാനമന്ത്രിനെയും പട്ടിയെയും ചേർത്ത് വരാൻ പാടില്ല. സാഹിത്യകാരൻ്റെ വിളവാണ്. അതേസമയത്ത് സന്ദർശിച്ചവിടെ തന്നെ പട്ടിക്കാടന്നെ, പക്ഷെ ഹെഡിങ്ങിൽ വരാൻ പാടില്ല. പന്മന രാമചന്ദ്രൻ നായരുടെ നല്ല മലയാളം എന്ന പുസ്തകത്തിലുണ്ട് ഈ വാക്ക്. ഞാനത് 1990 വായിച്ചതാണ്. പന്മനയുടെ ഈ പുസ്തകത്തിലുണ്ട്. പ്രധാനമന്ത്രി പട്ടിക്കാട് സന്ദർശിച്ചു എന്ന് പറയാൻ പാടില്ല. അത് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തോട് യോജിക്കൂല. അതേസമയത്ത്
പ്രധാനമന്ത്രിക്ക് പട്ടിക്കാട് സന്ദർശിക്കുകയും ചെയ്യാം. രാത്രിയുടെ രക്ഷിതാവായ റബ്ബേന്ന് മനസ്സിലാണ്ട് പറഞ്ഞത് അല്ലാഹു രാത്രി രക്ഷിതാവിനെ മുഹമ്മദ് മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ. മൻ അതാഅനി ദഖലൽ ജന്ന, എനിക്ക് വഴിപ്പെട്ടവർ സ്വർഗ്ഗത്തിൽ കടക്കും. വമൻ അസാനി ഫഖദ് അബ, ആരൊക്കെ എനിക്കെതിരാണോ അവരാണ് വിരോധിക്കപ്പെട്ടവർ. ഓ, അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കാൻ കാരണം ആരെന്നെയാണ്? ഈ ആൾക്കെതിരെ എന്നുള്ളതാണ്. അപ്പൊ രക്ഷയുടെയും ശിക്ഷയുടെയും ആൾ ആരെന്നെയാ? ഇത് റഹ്മത്തിന്റെയും നിഖ്മത്തും ഈ ആൾ വഴി തന്നെയാണ്. പിന്നെ റഹ്മത്തോ പറഞ്ഞു. അപ്പോൾ മൊത്തം അത്തിയാത്തിന്റെയും വാതിൽ മുഹമ്മദ്. തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും പറയാം. അതായത് ഒരാൾക്ക് നരകം കിട്ടാൻ കാരണം ആരാ? നരകം കിട്ടാൻ കാരണം എന്താ കാരണം? എന്താ കാരണം? അള്ളാഹു വഴിപ്പെട്ടോ ഇല്ല. നിങ്ങൾ കാര്യം ഒരാൾക്ക് നരകം കിട്ടാൻ എന്താ കാരണം? പറ. അള്ളാഹു വഴിപ്പെടാത്തല്ലേ? അള്ളാഹു വഴിപ്പെടാത്തതിന് ഇയാൾ കുറ്റക്കാരനാവുന്ന എന്താ കാരണം? അതെവിടെ? ഇയാളെവിടെ? അള്ളാഹ്ക്ക് വഴിപ്പെടാത്തതിന് ഇയാൾക്ക് കുറ്റം വരണമെങ്കിൽ അള്ളാഹിനെ പറ്റി വിവരം കിട്ടണ്ടേ? വിവരം കിട്ടാതെ ഒരാൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ എന്താ കുറ്റം? ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവനും നരകത്തിൽ ഇട്ട് പോയിക്കണ പണി അള്ളാഹ്ക്ക്. എന്താ ഇവിടെ മന്തിക്കടൽ? നിങ്ങൾ സൗകര്യം ഈ ക്ലാസ്സിനൊന്നും മതി. നിങ്ങൾ വരണ്ട. ആരങ്ങോട്ട് വരാൻ പറഞ്ഞു? അൽഫാം അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ടുള്ള പണി അള്ളാഹ്ക്ക്. അള്ളാഹുവിന് വഴിപ്പെടാത്തതിൻ്റെ പേരിൽ ഒരാൾ കുറ്റക്കാരനാകണമെങ്കിൽ അള്ളാഹിനെ പറ്റി ആൾക്ക് അറിവ് കിട്ടണ്ടേ? അറിവാരാ കൊടുക്കുക? നബിമാർക്ക് എവിടെ നിന്ന് വിവരം കിട്ടിയത്? നബിയിൽ നിന്ന്. എന്തുകൊണ്ട്? ഫൈനഹു നബിയുൽ അംബിയ, ഫൈനഹു ശംസു ഫദ്ലിനു ഉമ്മക വാക്കിബുഹ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആ നബി ആരാണ്? ആ നബിയിൽ നിന്നാണ് മറ്റൊരു കോരിയത്, പണ്ടേ കോരിയത്. ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് നബിമാർക്ക് കോരി കൊടുത്തത് മുഹമ്മദിയ ബഹറിൽ നിന്നാണ്. ഒരു ബഹറേ ഉള്ളൂ, അത് മുഹമ്മദിയ ബഹറാണ്. അൽ ബഹറുൽ മുഹമ്മദി. അങ്ങനത്തെ ബഹറുണ്ട് ലോകത്ത്. ആ ബഹറുൽ മുഹമ്മദിയിലേക്കാണ് അള്ളാഹിന്റെ അതാവ് മൊത്തം വന്നത്. ആ ഹൗളിൽ നിന്നാണ് അമ്പിയാക്കൾക്ക് അള്ളാഹു കോരി കൊടുത്തത്. അത് മുഹമ്മദ് നബിക്ക് സ്വന്തമാണ്. ഈ ലോകത്തെ അറിവ് മുഹമ്മദ് നബിക്ക് കിട്ടിയത് മുഹമ്മദ് ഈ ഹൗളിൽ നിന്ന് കോരി കൊടുത്തതാണ്. ആർക്ക്? മറ്റു നബിമാർക്ക്. ആ നബിമാരെ അള്ളാഹിനെ പറ്റി അറിയിച്ചു കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് അള്ളാഹിനെ പറ്റി അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അറിയിപ്പ് കിട്ടിയില്ല എന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഒരാൾക്ക് അള്ളാഹിനെ പറ്റി അറിയിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അയാൾ നബിമാര് ജനതയിലില്ല. ഉദാഹരണം പറയാം. AD 32 സയ്യിദ് ഈസ ഉയർത്തപ്പെട്ടു അലൈഹിസ്സലാം. AD 610 മുഹമ്മദ് മുസ്തഫാക്ക് നബുവത്ത് കിട്ടി. അതിന് എത്ര വർഷമുണ്ട് അറിയേ? ഹൗ മച്ച് ഇയേഴ്സ്? എത്ര പറയും? AD 32 സയ്യിദ് ഈസ ഉയർത്തപ്പെട്ടു. AD 610 മുസ്തഫ നബിക്ക് നബുവത്ത് കിട്ടി. അപ്പൊ എത്ര ഉണ്ടാവും ബാക്കി? പറയും. AD 32 സയ്യിദ് ഈസ ഉയർത്തപ്പെട്ടു. 32 നൂറ്റിക്കളി 33 നേരിയ അഭിപ്രായമുണ്ട്. 32 നൂറ്റിക്കളികൾ ഭൂരിഭാഷ ചിത്രകമാരും അതാണ് വീക്ഷണം. 32 ഈസ ഉയർത്തപ്പെട്ടു. ഇനി അവിടെ എത്ര വാക്കിയുണ്ട്? 68. ഇപ്പുറത്ത് എത്ര വാക്കിയുണ്ട്? 510. അപ്പോൾ 578. അപ്പോൾ ഈസാ നബി ഉയർത്തപ്പെട്ടതിൻ്റെയും നബി വന്നതിൻ്റെ ഇടയിൽ എത്ര വലിയ വ്യത്യാസമുണ്ട്? 578 കൊല്ലം. അതിനിടയിൽ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ. നന്മയെ കെടുത്താൻ അയാളായി ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. നന്മയെ അയാളായി ഊതിക്കെടുത്തിട്ടില്ല. സ്വന്തം താല്പര്യത്തിന് വേണ്ടി നന്മയെ ഊതിക്കെടുത്തിട്ടില്ല. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരു ശിർക്ക് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ചിലപ്പോൾ ശിർക്ക് ചെയ്തിട്ടുണ്ടാവും.
മുമ്പേ ഗമിക്കുന്ന ഗോവു തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. അങ്ങനെ ചെയ്തു ചോദിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഒരു തിന്മ ഇയാളായി തുടങ്ങിയിട്ടില്ല. ഉദാഹരണം അംർ ബിൻ ലഹീൽ ഖുസായിയെ പോലെ. അംർ ബിൻ ലഹീൽ ഖുസായിയാണ് മക്കയിലേക്ക് ശിർക്ക് കൊണ്ടുവന്നത്. അയാൾക്ക് അതിന് പ്രത്യേക താല്പര്യങ്ങളുണ്ടായിരുന്നു. അയാൾ കുറ്റക്കാരനാണ്. അതേ സമയത്ത് മക്കയിലെ ജനങ്ങളോ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്തുകൊണ്ട് അവർക്ക് ആരില്ല? മക്ക എന്ന് മാത്രമല്ല, ഹിജാസിലെ എന്താ പറയാ, അറബ് സബ് കോണ്ടിനെന്റിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെവിടെയും ഒന്നും നബിയില്ല. ഇന്ത്യയിലെ ആളുകൾ, പാകിസ്ഥാനിലെ ആളുകൾ, പാകിസ്ഥാൻ അന്നില്ല, വിശാലമായ ഇന്ത്യ, പേർഷ്യ ഇല്ലേ, പിന്നെ എന്താണ് മെസോപ്പൊട്ടോമിയ, ഈ പറയുന്ന നാടുകളിലെല്ലാം ഉള്ള ആളുകൾ, കോടാനക്കോടി കോടിക്കണക്കായ ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾക്ക് അന്ന് ആരില്ല, നബിമാരില്ല. പണ്ടത്തെ ഒരു നബിയുടെയും ഒരു നന്മ അപൂർവമായി ചില വ്യക്തികൾ സൂക്ഷിച്ചു എന്നല്ലാതെ ഒരു സാമൂഹിക നന്മയായി അന്ന് നിലനിൽക്കുന്നു ഇല്ല. അക്കാലത്ത് ജീവിച്ച് മരിച്ചുപോയവർ നരകാവകാശികളാണെന്ന് പറയുക സാധ്യമല്ല. ഭൂരിഭാഗം സാഹചര്യത്തിലും അവർ സ്വർഗാവകാശികളാകാനാണ് സാധ്യത. അതാണ് പണ്ഡിതപക്ഷം. എന്തുകൊണ്ട്? അവർക്ക് ആരില്ല, റസൂലില്ല. അള്ളാഹ് ഉണ്ടായതുകൊണ്ട് നമുക്ക് വഴിപ്പെടാൻ നിർബന്ധമില്ല. ഒരാൾക്ക് അള്ളാഹ്ക്ക് വഴിപ്പെടാത്തതുകൊണ്ട് നരകം കിട്ടിയത്. അള്ളാഹ്ക്ക് വഴിപ്പെടാത്തതുകൊണ്ടല്ലല്ലോ. അള്ളാഹ്ക്ക് വഴിപ്പെടണമെങ്കിൽ ഇവർക്ക് എന്ത് കിട്ടണം? അറിവിട്ട്. റസൂലിനെ ലഭിക്കാത്ത ഒരു ജനതയെയും നാം ശിക്ഷിക്കുകയില്ല. എല്ലാ കാലത്തും, ഇപ്പോഴത്തെ കാലത്തുണ്ട്, എല്ലാ കാലത്തുണ്ട്. ജിൻ്റെ ശിഷ്യനാണെങ്കിൽ വിശ്വസിച്ചോ, അതല്ല വേറുള്ളവർ കേൾക്കണമെങ്കിൽ ഓലെടുത്ത് പോയിക്കോ. ഇപ്പോഴത്തെ കാലത്തും ഉണ്ട്, ഏത് കാലത്തും ഉണ്ട്. അള്ളാഹു തലേ ഇവിടെ അങ്ങനെ ആരെയും കിട്ടിയാൽ പിടിച്ചിടാനുള്ള നരകം കൊണ്ട് ഉത്തിരിക്കല്ല. അങ്ങനെയൊക്കെ പറയണ വേളന്മാരുണ്ട്. അത് ഓരോട് ചോദിച്ചാൽ എനിക്കങ്ങനത്തെ അള്ളാഹാൻ അറിയില്ല. നരകണ്ട് ശിക്ഷിക്കുകയും ചെയ്യും. അതിന് കാരണം വേണം. അള്ളാഹു നീതിമാനാണ്, ബാക്കിയൊന്നും നമുക്കറിയില്ല. അള്ളാഹുവിന് ഏറ്റവും വലിയ സിഫത്ത് ആദിലാണ്. കാരണം എല്ലായിടത്തും കർത്തൃനാമത്തിലാണ്. ഇവിടെ ക്രിയാധാതുവില്ല. നുസ്രത്ത് എന്ന അള്ളാഹ്ക്ക് പേരില്ല, നാസിർ എന്ന പേരുള്ളൂ. നുസ്രത്ത് മസ്ദർ ക്രിയാധാതുവ, ആ പേരിൽ അള്ളാഹ്ക്കില്ല. നുസ്രത്ത് എന്ന അള്ളാഹ്ക്ക് പേരില്ല. അത് നമ്മളെ അയൽവാസിൻ്റെ പെണ്ണുങ്ങൾക്ക് പേരുണ്ട്, നുസ്രത്ത്. നമ്മളെ അയൽവാസിൻ്റെ പെണ്ണുങ്ങളെ പേര് നുസ്രത്ത് എന്നാണ്. മനസ്സിലായോ? അള്ളാഹ്ക്ക് നുസ്രത്തിന് പേരില്ല. നാസിർ അവിടെ കർത്തൃനാമാണ്, നാസിർ. ഫിഅയിൽ എന്നുള്ളക്ക് പേരില്ല, ഫായിൽ എന്നാണ് പേര്. ഖൽഖ് എന്നുള്ളക്ക് പേരില്ല, ഖാലിഖ് എന്ന പേര്. ഇസ്സത്ത് എന്നുള്ളക്ക് പേരില്ല, അസീസ് എന്ന പേര്. അതേ സമയത്ത് അള്ളാഹ് നീതിയോടെ അടുത്ത് എത്തിയാൽ അള്ളാഹ്ക്ക് നീതി എന്ന പേര്. നീതിമാൻ എന്നല്ല, നീതി എന്നാണ്. എന്തുകൊണ്ട്? നീതിമാനായി അവൻ ആരായി? നീതിയായി. നീതിയാണ്. കാരണം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? നീതിയാണ്. അവന് ഏറ്റവും നടപ്പിലാക്കുന്ന കാര്യവും നീതിയാണ്. നീതിക്കെതിരായി ഒന്നും ചെയ്യൂല. എന്തിനു പഠിക്കണം? ഒരു ഹറാബി വന്ന ഹബീബ നബിയോട് പറഞ്ഞു, നബി അല്ലാഹു യുഹസിബുനാ ബിനഫ്സിഹി, അള്ളാഹ് നേരിട്ട് തന്നെയല്ലേ നമ്മളെ ഹിസാബ് എടുക്കാതെ മലക്കളെ ഏൽപ്പിക്കും. അപ്പോൾ നബി പറഞ്ഞു, അല്ല ഹിസാബിനോട് അള്ളാഹു ഒരാളെ ഏൽപ്പിക്കില്ല, നേരിട്ട് ഹിസാബ് എടുത്താൽ. നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഉറപ്പിച്ചെന്നെ പറയാം. അവിടെ നിന്ന് അള്ളാഹു കൗസർ തരാനും മറ്റുമൊക്കെ അള്ളാഹ് പല ആളുകളെ ഏൽപ്പിച്ചാലും ഹിസാബ് എടുക്കുന്നിടത്ത് അള്ളാഹ് നേരിട്ടായിരിക്കും മലക്കളെ ഏൽപ്പിക്കുക. ഫലാഹിക്ക, അയാളോട് ചിരിച്ച് ഞാൻ പോവാണ്. നിങ്ങൾ അങ്ങനെ ആളുകളൊരു അങ്ങനെ ഒരു കൊലത്തിലാക്കിയിട്ട് നിങ്ങൾ അങ്ങനെ പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഇത് ചിരിക്കാനുള്ള കാരണം വെച്ചു. ഇന്നലാഹാഫു, എനിക്ക് നരകത്തിന് നിന്ന് പേടിയില്ല നബിയാണ്. എന്ത് ചോദിച്ചു? ഇന്നൽ കരിമയാഫു, മാന്യന്മാർ മാപ്പാക്കുമല്ലോ. പിന്നെ നമ്മൾ വിചാരമാണ് നമ്മൾ ആരോടും തെറ്റ് ചെയ്താൽ അവർ ശിക്ഷിച്ചേക്കും. പക്ഷെ മാന്യന്മാരോട് നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കൂല. മാന്യന്മാർ മാപ്പാക്കൂലേ? ഇത് ഏറ്റവും വലിയ മാന്യനല്ലേ. പിന്നെ എരുമല് വിചാരമുണ്ട്, ഞാൻ പോകണേ എങ്ങനെ നേരല്ല, ഞാൻ പോവാ പാടത്ത് പോകണേ. എന്താണ് ആ വിശ്വാസം? അതാണ് വിശ്വാസം. ആരെ? അള്ളാഹ്. അയാളിപ്പോൾ അയാളാ പറഞ്ഞതിനേക്കാൾ ഞാൻ മേലെന്താ പറയുള്ളത്? എനിക്കങ്ങനെ അള്ളാഹിനെ പേടിയൊന്നുമില്ല നബി. എന്ത്? അള്ളാഹു ആണ്. അള്ളാഹു മലക്കളെ ഏൽപ്പിക്കണ ഞാൻ പെടുത്തി നിർത്തിക്കാം. അത്
പ്രശ്നം. കാരണം അവർക്ക് എന്തുകൊടുത്താലും തികയില്ല. കടലാസ് നിസ്കരിച്ച് നോമ്പ് എല്ലാം റെക്കോർഡ് കാണിച്ചു കൊടുത്താലും ഒരു അവിടെ തെറ്റിടും. മലക്കളായതുണ്ട്. കാരണം അവർക്ക് ഇത് അള്ളാൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ശരിയായില്ല, റിജക്ട് ചെയ്യും. ഇത് അള്ള നേരിട്ടാവുമ്പോൾ പേടിച്ചതാ. അള്ള നേരിട്ടാണ് നമ്മൾ ഹിസാബ് എടുക്കണമെങ്കിൽ ഇനൽ കിരിമയാഫു മാന്യന്മാർ മാപ്പാക്കും. അതെ, ഇതാ ഏറ്റവും വലിയ മാന്യനാ. ഇപ്പം മാപ്പാക്കും, പ്രശ്നമാക്കണ്ട, ഞാൻ പോകാം. അതല്ലേ എന്തായാലും വിശ്വാസം, ഭയങ്കര വിശ്വാസമല്ലേ ഇത്. ഇപ്പം നോക്കും, നിങ്ങൾ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ അള്ളാഹുത്തലൊക്കെ കാരണം വേണം. ഒമാക്കുന്ന മുഅദ്ദിബീന ഹത്താ നബഅത റസൂല. റസൂലില്ലാത്തൊരു ജനതയെ ശിക്ഷിക്കൂല. ഏത് കാലഘട്ടത്തിലും റസൂൽ വന്നു. ആ റസൂലിനെ എവിടുന്ന് കിട്ടി? അള്ളാഹിനെ പറ്റി വിവരം നബീന്ന് കിട്ടി. وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من التيم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم. ഇതാരായാള്? ഇതാരായാള്? ഇയാളാരാ? മുഹമ്മദുൻ. ആളാരാ? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൻ ഗർഫൻ മിനൽ ബഹർ. അമ്പിയാക്കളെല്ലാം തിരക്ക് കൂടിയത് ആ മുഹമ്മദി ബഹറിൽ നിന്ന് ഒരു കൈക്കുമ്പിളൊന്ന് കോരിക്കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. ഗർഫൻ മിനൽ ബഹർ, ആ മുഹമ്മദി ബഹറിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ കോരാൻ വേണ്ടിയാണ് ആലമുൽ അർവാഹിൽ അമ്പിയാക്കൾ തിരക്കിയത്. അല്ലെങ്കിൽ ആ മുഹമ്മദി ചാറ്റൽ മഴയിൽ നിന്ന് ചുണ്ടുകൊണ്ടെങ്കിലും ഒന്ന് കുടിച്ചു കിട്ടാൻ വേണ്ടി. മുഹമ്മദി മാനത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ അമ്പിയാക്കൾ എന്ത് ചെയ്തു? വെളിസ്ഥലത്തിലേക്ക്, മരുഭൂമിയിലേക്ക് ഇറങ്ങി ചുണ്ടും കാട്ടി നിന്നു. കൈ കൊണ്ട് കോര മാത്രമൊന്നും ആ ചാറ്റൽ മഴയിൽ കിട്ടൂല. എന്നാൽ ചുണ്ടുകൊണ്ട് കയ്യിലേക്ക് എടുത്തിട്ട് കുടിക്കാൻ മാത്രമൊന്നും കിട്ടൂല. അത്രയൊന്നും അവിടുന്ന് മാനത്തിന് ചാടൂല. അപ്പം എന്ത് ചെയ്തു? കൈകൊണ്ട് കോരാത്തത് എന്തുകൊണ്ട്? കൈ കൊണ്ട് കോരാത്തത് എന്തുകൊണ്ടെന്നാൽ കയ്യിലാക്കിയിട്ട് പിന്നെ വായിലാക്കിയാൽ വായിക്കത്തൂല. അതേ സമയത്ത് എന്ത് ചെയ്തു? റഷ്ഫ് എന്ന് പറഞ്ഞാൽ ദീമത്ത് എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ. ചാറ്റൽ മഴകൾ. മുഹമ്മദ് എന്ന മുഹമ്മദ് എന്ന മാനത്ത് നിന്ന് മഴ പെയ്തപ്പോൾ അമ്പിയാക്കൾ എന്ത് ചെയ്തു? ചുണ്ട് കാട്ടി നിന്നു. കിട്ടിയത് ഈമ്പി കുടിച്ചു. എന്നിട്ടാണ് അവർ 950 കൊല്ലം ദീനി ദഅവ ചെയ്തത് ഭൂമിയിൽ. അപ്പോൾ അന്ത ആൾ എത്ര പിരിച്ച് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? മുഹമ്മദ് ഈ മാനത്ത് നിന്ന് എന്ത് ചെയ്ത്? ആലമുൽ അർവാഹിൽ അവർ നിൽക്കുമ്പോൾ മുഹമ്മദ് ഈ മാനത്ത് നിന്ന് മഴ പെയ്തു. അപ്പോൾ അമ്പിയാക്കളെല്ലാം അങ്ങനെ ആലമുൽ അർവാഹിന്റെ ഡിസേർട്ടിലേക്ക് ഇറങ്ങി. ആ ചാറ്റൽ മഴകളിലേക്ക് ചുണ്ടുകൾ നീട്ടി നിന്നവരാണവർ. അതായത് മനസ്സിലായില്ലേ? അതിനർത്ഥം എന്താ? മുഹമ്മദ് നബിക്ക് കിട്ടിയതിൽ നിന്ന് സുഷിരങ്ങളിൽ ചോർന്നത് മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. അവർ അവർക്ക് നിശ്ചയിച്ച പരിധിയിൽ നിലകൊള്ളുകയാണ് ചെയ്തത്. ഒരു ഡോട്ട്, വിജ്ഞാനത്തിന്റെ ഒരു ഡോട്ട് നുക്ത എന്ന് പറയാം. നുക്ത, ഒരു ഡോട്ട്. വിജ്ഞാനത്തിന്റെ ഡോട്ടാണ് അവർ കിട്ടിയത്. അതൊരു വിജ്ഞാനത്തിന്റെ മാനമാണ്. ഇപ്പൊ കിട്ടിയതോ ഒരു ഡോട്ട്. വിജ്ഞാനത്തിന്റെ ഒരു ഡോട്ട് കിട്ടി. അപ്പൊ ആ ഡോട്ടും കൊണ്ട് അവർ ഓടി. തത്വജ്ഞാനത്തിനെ പുറത്തു ചുറ്റിയ ഒരാവരണം മാത്രമാണ് ആവശ്യം. മിൻഷക്കിലത്തിൽ തത്വജ്ഞാനങ്ങളുടെ ഷക്കിലത്ത്
ഒരു പുറത്ത് ചിറ്റിയ വസ്ത്രം, അതുകൊണ്ട് അവർ പോന്നു. ഷക്കില കോലം, തത്വജ്ഞാനങ്ങളുടെ കോലം, ഷക്കിലത്ത് എൻ്റെ ഷക്കില് ശരിയില്ല പറഞ്ഞാൽ രൂപം ശരിയില്ല. ഷക്കീല എന്ന് പറഞ്ഞാൽ രൂപമുള്ളവൾ. ഷക്കില ഒരു കോലം, തത്വജ്ഞാനത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു കയറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു കോലം കൊണ്ട് ഒരു പോകുന്നു. നബിയോ തത്വജ്ഞാനത്തിൻ്റെ യാഥാർത്ഥ്യം, ഇവരോ അതിൻ്റെ ഒരു കോലം. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ തത്വജ്ഞാനി അല്ലാത്തത്. എന്തുകൊണ്ട്? മുഹമ്മദീയ മാർഗത്തെ തൊട്ടില്ല. അതിനെപ്പറ്റിയൊക്കെ ആയുസ്സുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പിന്നീട് പറയും. എനിക്ക് അരിസ്റ്റോട്ടിലിനെ അറിയും, എനിക്ക് സോക്രട്ടീസിനെയും അറിയും, എനിക്ക് അരിസ്റ്റോട്ടിലിനെയും അറിയും. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ സഹായത്താൽ എനിക്ക് അരിസ്റ്റോട്ടിലിനെ അറിയും. ഞാൻ അരിസ്റ്റോട്ടിലിനെ പറ്റി കൊല്ലങ്ങളിരുന്ന് പഠിച്ചതാണ്, കുറച്ചൊന്നല്ല, കൊല്ലങ്ങളിരുന്ന് അരിസ്റ്റോട്ടിലിനെ പഠിച്ചു. അപ്പോൾ ഞാൻ യൂറോപ്പിനെ പഠിച്ചു. യൂറോപ്പിനെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ അരിസ്റ്റോട്ടിലിനെ പഠിച്ചത്. യൂറോപ്യൻ വിദ്യാഭ്യാസം നന്മയെ നശിപ്പിക്കും എന്നായിരുന്നു കഴിഞ്ഞ 5 കൊല്ലത്തെ എൻ്റെ പ്രഭാഷണങ്ങളുടെ എസെൻസ് ഓഫ് ദി സ്പീച്ച് എന്ന് പറയാം. അതൊരു കണ്ടെത്തലാണ്, അതൊരറിവാണ്, അത് ഞാൻ പഠിച്ചെത്തിയതാണ്. അതിന് കാരണമുണ്ട്, പിന്നെ പറയാം. ഷക്കിലത്തിൽ ഈ ആളോ അവർക്കൊരു കോലം മാത്രം കിട്ടിയപ്പോൾ ആ കോലത്തിന് അവർ ചീന്തി ഓടി. അല്ലെങ്കിൽ ഒരു ഡോട്ട് കിട്ടി, അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് വിജ്ഞാനത്തെ ഈമ്പി കുടിച്ചത് മാത്രം. എന്തേ മഴ പെയ്തപ്പോൾ അവർ ക്ലാസ് കാണിച്ചു കൊടുക്കത്ത്? ക്ലാസ്സിലേക്ക് മാത്രമൊന്നും മഴ പെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് പിന്നെ നല്ലതെന്താ? ചുണ്ടിന് നേരെ ഡയറക്റ്റ് കൊല്ലിയിലേക്ക് പോയാൽ കൊല്ലിയൊന്ന് നനയും, മറ്റേ ഗ്ലാസ്സേ നനയുള്ളൂ, അത് നനയാൻ തന്നെ ഉണ്ടാവില്ല. അതാണ് ഈ ആളിന് കിട്ടിയത്, അവർ അങ്ങനെ ഉപയോഗപ്പെടുത്തി. ഇയാളോ ഫഹുവൽ, അടുത്ത വരി എന്താ? ആളിലും അർത്ഥത്തിലും സമ്പൂർണനായ ആളാണ് ഇയാൾ. ഇത് 1000-600 കൊല്ലം മുമ്പ് എഴുതി വെച്ചതുകൊണ്ട് ഇപ്പോൾ അത് നിലനിൽക്കുന്നുണ്ട്. എന്നാണെങ്കിൽ സുന്നികൾ അത് ശിർക്കാണ്, അത് പാടില്ല. ഇന്നത്തെ മൂല്യന്മാരെ തല പുറത്തു വരുന്നതിന് മുമ്പ് ബൂസൂരി മുഹമ്മദ് എഴുതി പോയത് കൊണ്ടും കുറേ കാലം ബൂസൂരി മുഹമ്മദ് തിരക്കടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്നാണ് ഉണ്ട് എന്ന് പറയും വിഷമമായത് കൊണ്ടും ബഹുമാനപ്പെട്ട മൂല്യന്മാർ കുടുങ്ങിപ്പോയതാണ്. ഇൻഷാ അല്ലാഹ് ബൂസൂരി മുഹമ്മദിനൊക്കെ പേച്ചൊന്ന് സുന്നികൾ പ്രസംഗിക്കുന്നത് നിങ്ങളൊരു 10 കൊല്ലം കൊണ്ട് കേൾക്കും. ഇമാം ബൂസൂരിക്ക് പേച്ചിട്ടുണ്ടെന്ന് സുന്നി മുസ്ലിംമാർ പ്രസംഗിക്കുന്നത് 10 കൊല്ലം കൊണ്ട് നിങ്ങൾ കേൾക്കും. അത് കേൾക്കൂല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. 10 ആവൂല, കുറെ കൂടുതൽ കൊല്ലം വേണ്ടി വരുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എപ്പോൾ പുതിയ സംഭവവികാസങ്ങൾ മനസ്സിലാകുമ്പോൾ, ഹക്കിൻ്റെ പേരിലും ബാത്തിലിൻ്റെ പേരിലുമുള്ളവർ യോജിച്ച് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സമയം വളരെ കുറവാണ് എന്ന് തോന്നിപ്പോവുകയാണ്. ഹക്ക് ബാത്തിലുകളുടെ ഒരു കോംപ്രമൈസിംഗ് ആണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹക്കെന്താണ് ബാത്തിലിനെ അറിയാതിരിക്കുക, ബാത്തിൽ എന്താണ് ഹക്കിനും അറിയാതിരിക്കുക. ഇതാണ് കോംപ്രമൈസിങ്. അതിനെ നമ്മൾ വിശാലമായ ഐക്യമെന്ന് പറയും. അതിനാണ് അബൂജഹലും നബിയും തമ്മിൽ ഐക്യത്തിലാവുക എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ നന്നാകുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമില്ല, എനിക്ക് ലക്ഷ്യം ഞാൻ നന്നാകുക എന്നുള്ളത് മാത്രമാണ്. فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم فهو الذي تم معناه وصورته. ആളിലും അർത്ഥത്തിലും തമ്മ ഇയാൾ പൂർണ്ണതയിലെത്തി. ഈ നബി. മറ്റുള്ളവർക്ക് ഒന്നും കിട്ടിയില്ല. വിവരല്ലേ ഒരാക്കിയിട്ടുണ്ട്, ഇനി ഇവർക്ക് ചുണ്ടോണ്ടേ കുടിച്ചിട്ടുള്ളൂ ചാറ്റൽ മഴന്ന്. ഇയാൾ പൂർണ്ണനുമാണ്. ഇയാൾ സപ്തസാഗരങ്ങളുടെയും വാഹകനാണ്. എല്ലാ സമുദ്രങ്ങളും ഇയാളുടേത് സ്വന്തമാണ്. മറ്റുള്ളവർക്ക് സമുദ്രം പോയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം കിട്ടിയിട്ടില്ല. എന്ത് കിട്ടിയ? ചിലപ്പോൾ വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഡോട്ട്, ചിലപ്പോൾ വിജ്ഞാന പുസ്തകത്തിൻ്റെ ഒരു ഡോട്ട്, ചിലപ്പോൾ വിജ്ഞാനമാനത്തിൻ്റെ ഒരു 2-3-4 തുള്ളി. ചിലപ്പോൾ അവർ വിജ്ഞാനത്തിൻ്റെ പുറത്ത് നിന്ന് മൊബൈലും കൊണ്ട് ഫോട്ടോ എടുത്ത് പാഞ്ഞു പോയി. അത്ര തന്നെയുള്ളൂ. മറ്റ് അമ്പിയത ആരെങ്കിലുമല്ല, അമ്പിയാക്കന്മാർ.
ബൂസൂരി ഇമാം വലിയ മഹാനായതുകൊണ്ട് ഇത് എതിര് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ അതൊക്കെ ഏതോ അന്തല്ലാത്ത ആളുകൾ എഴുതി വെച്ചതായിരിക്കും, ഒക്കെ തള്ളത്തരീക്കത്തേരായിരിക്കും. ഇനി നമുക്ക് എളുപ്പത്തിൽ പറയുന്നു, ഇതിപ്പോൾ പറ്റൂല. فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم. അപ്പോൾ അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണതയുടെ മുന്നിലാണ്. ഞാൻ പകരം ഒരാളില്ല. ആ പറഞ്ഞത് തന്നെയാണ് ഈ പറഞ്ഞത്. ഏത്? فإنك محراب الوجود ووجوها وإنك باب الوصل للمتحقق. ഹഖീഖത്ത് തേടാൻ പോകുന്ന ആളുകൾക്ക് അങ്ങ് വാതിലാണ്. അപ്പോൾ ആ വാതിലേക്ക് ചേരാൻ ശ്രമിച്ചൂടെ? ആ വാതിലേക്ക് ചേരാൻ ശ്രമിക്കുക. എങ്ങനെ ചെയ്താലും വേണ്ടില്ല, എങ്ങനെ ചെന്നാലും വേണ്ടില്ല, ആ വാതിലേക്ക് ചേരണം. അതാ വാക്യം. എങ്ങനെ ഉള്ളാലും വേണ്ടില്ല, എങ്ങനെ ചെന്നാലും വേണ്ടില്ല, ആ വാതിലേക്ക് ചേരണം. ആ വാതിലേക്ക് ചേരാനൊന്നും പൂർണ്ണമായി നമുക്ക് കഴിയില്ല. എന്നാലും ഒരു പേരിനെങ്കിലും ചേരുക.